ഡോക്ടർ ബി ജയരാജ് താങ്കളുടെ ഊഴമാണ്, മറുപടി പറഞ്ഞോളൂ. തീർച്ചയായും സ്മൃതി, ഇതിനകത്ത് ബുദ്ധദേവനോടൊക്കെ ഒപ്പം യുവജന പ്രവർത്തനം തുടങ്ങിയൊരു മുതിർന്ന നേതാവാണ് EP ജയരാജൻ എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ് ഇപ്പോഴും. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് പാർട്ടി അപമാനിക്കുന്നത്? സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആകപ്പാടെ മാറിയത് LDF കൺവീനർ എന്നുള്ള സ്ഥാനമാണ്. അത് ആരോഗ്യകരമായ കാരണങ്ങളാൽ കുറച്ച് നാളായിട്ട് EP ജയരാജൻ പാർട്ടി പരിപാടികളിൽ നിന്നൊക്കെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ കോൺഗ്രസ് തന്നെ ഓടിച്ചിട്ട് ആക്രമിച്ച് ട്രെയിൻ ഹൈദരാബാദ് സംഭവം വെടിവെപ്പും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതൊക്കെ അറിയാവുന്നതാണ്. ആ ഒരു കൊലപാതക ശ്രമം, അദ്ദേഹം അതിജീവിച്ച ഒരു കൊലപാതക ശ്രമത്തിനെ കുറിച്ചൊക്കെ ഏത് കാലത്താണെങ്കിലും അദ്ദേഹം സജീവമായി രാഷ്ട്രീയത്തിൽ നിന്ന് പാലക്കാട് സ്ട്രെച്ചറിലെങ്ങനെയാണോ എത്തുന്നത് ഷാനി? ഞാൻ പറയുന്നതിൽ സോറി. താങ്കൾക്ക് പരിഹസിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്, താങ്കൾക്ക് അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ കേട്ടിരിക്കുന്ന എല്ലാ ആളുകളും വിഡ്ഢികളാണെന്ന് കരുതി താങ്കൾ അഭിപ്രായം പറയരുത്. അത് ശരിയായൊരു നടപടിയല്ല, ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലായ്മയാണ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. താങ്കളുടെ വിളിച്ച് ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെയൊക്കെ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛത്തോടുകൂടി തള്ളിക്കളയാണ് ചെയ്യുന്നത്. അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ലത് തന്നെ. ഇനി ഇതിനകത്ത് പാർട്ടി എന്ത് കാര്യത്തിലാണ് EPക്കെതിരെ വേട്ടയാടൽ നടത്തിയത്? പാർട്ടി EPക്കെതിരെ ഒരു വേട്ടയാടൽ നടത്തിയില്ല. EPയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു സഹമാണെന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ, എത്ര വട്ടം നടപടി ഉണ്ടായേനെ? പാർട്ടിയിൽ നിന്ന് എത്ര വട്ടം നടപടി ഉണ്ടായേനെ? EP കാണിച്ചിട്ടുള്ള ഓരോ പ്രവർത്തികളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര തവണ നടപടി എടുക്കുന്ന സമയം കഴിഞ്ഞു. അപ്പോൾ EP മുതിർന്ന നേതാവായതുകൊണ്ടും EP പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളായതുകൊണ്ടാണ് പാർട്ടി അത്തരത്തിലുള്ളൊരു സമീപനത്തിലേക്ക് പോകാത്തത്. EP അങ്ങനെ പാർട്ടി വിട്ടു പോവുകയില്ല. യാതൊരു കാരണവശാലും EP മരിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റായിട്ട് തന്നെ തുടരുന്നൊരു നേതാവാണ്. അതുകൊണ്ട് EP പാർട്ടി വിട്ടു പോകുമെന്നും EPയെ പാർട്ടി ബലിയേടാക്കിയെന്നും ഒക്കെയുള്ള ധാരണകൾ അത് വെറും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. അല്ലാതെ അതിനെയൊന്നും പാർട്ടി അതിനെ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് എടുക്കുന്നത്. നാളെ സരിന് വേണ്ടി പ്രവർത്തിക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആദ്യമായിട്ടൊന്നും വരുന്നത് അല്ലല്ലോ. സരിൻ ഇപ്പം 1957 തൊട്ടേ പലരും CPMൻ്റെ സ്വതന്ത്രരായിട്ടാണ് മത്സരിച്ചത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പല ആളുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച് വന്നിട്ടുണ്ട്. ഓരോരുത്തരും ഇപ്പോൾ സമീപകാല ഉദാഹരണങ്ങളല്ലേ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കോട്ട ഉണ്ടാക്കിയ അപൂർവം ചില ആളുകൾ മാത്രം. ഈ അപൂർവത അബ്ദുള്ള കുട്ടി അല്ലെങ്കിൽ പിന്നീട് കോൺഗ്രസിൽ നിന്ന് അബ്ദുള്ള കുട്ടി അല്ലെങ്കിൽ ഇവിടുത്തെ IAS ഓഫീസർ ഇങ്ങനെ ശെൽവരാജ്, ഇങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ടിട്ടുള്ള ചില പോയിട്ടുണ്ട്. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, 2-3 പേര്. ഭൂരിപക്ഷ ആളുകളും മത്സരിച്ചിട്ടുള്ള ആളുകളാണ്. അതെ, അൻവറിന്റെ കാര്യം അതൊക്കെ വാസ്തവം തന്നെയാണ്. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ എല്ലാ ആളുകളെയും ആ ഒരു ടാഗ് ലൈനിൽ കൊണ്ടൊന്നും കെട്ടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ള ഒരാളല്ലല്ലോ ഇദ്ദേഹം. വളരെയധികം ക്രെഡിബിലിറ്റിയുള്ള ഒരു IAS ഓഫീസറായിരുന്നു. അതുമല്ല ചുമ്മാതെ ഒരാളെ യാതൊരു ഇതും ഇല്ലാത്ത ഒരാളെ KPCCയുടെ അതിന്റെ സൈബർ സെല്ലിന്റെ ചെയർമാനായിട്ട് വെക്കുമോ? അങ്ങനെയൊന്നും വെക്കത്തില്ലല്ലോ. പാർട്ടിയിൽ നിന്ന് മാറിപ്പോയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാകുന്ന പരിഹാരം EP ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ലെന്നാണ് EP പറയുന്നത്. EPയുടെ അതിനകത്ത് അഡീഷൻസ് ഉണ്ടായെന്നാണ് EP ഏറ്റവും അവസാനം പറഞ്ഞ മറുപടി. അതിനിപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പം ഇത് ഞാൻ കേട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് അഡീഷൻസ് ഉണ്ടായിട്ടുണ്ട്. EP പറഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും എഴുതി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് പ്രസാധകൻ ആരാണോ ഉള്ളതെന്നൊക്കെ ഉള്ളത് DC ബുക്സിൻ്റെ DC രവി വിളിച്ച് നോക്കിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. അതാണ് അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാരിഫിക്കേഷൻ. തീർച്ചയായും DC ബുക്സ് ഇക്കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തേണ്ടതാണ്. താങ്കളോടൊരു ചോദ്യമുണ്ട് അദ്ദേഹത്തിന്. താങ്കളോടൊരു ചോദ്യമുണ്ട് ശ്രീ രാജു പിന്നാരെ. രാജു ചോദിച്ചോളൂ. ശ്രീ ജയരാജ്, എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഈ ആത്മകഥ എൻ്റേതല്ല, എൻ്റെ ആത്മകഥ ഇങ്ങനെയല്ല എന്നുള്ള നിലപാടിൽ നിന്ന് മാറി ഈ ആത്മകഥ എൻ്റേതാണ് പക്ഷെ ചില വെട്ടിത്തിരുത്തുകളുണ്ട് എന്ന നിലപാടിലേക്ക് നിങ്ങൾ ഈ ചർച്ചയിൽ മാറിയോ? അല്ല, ഞാൻ മാറിയതല്ല. EP തന്നെ പറഞ്ഞതാണ്. EP തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞതാണ്. ഞാൻ ആദ്യം എന്താ സ്മൃതി പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് എന്താ? ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദത്തിൽ EP ജയരാജൻ ഇങ്ങനെ പറയേണ്ടി വന്നു. ഇത് മാറ്റി പറയും, ഒരു സംശയവും വേണ്ട. മാറ്റി പറയുന്നത് ഈ മണിക്കൂറുകൾക്കുള്ളിൽ
ഇത് എന്റെ ആത്മകഥയാണ്. രാജു പി നായർ ഇത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. താങ്കൾക്ക് സൗകര്യമുള്ള രീതിയിൽ താങ്കൾ വ്യാഖ്യാനിക്കുന്നു. ശരി ഡോക്ടർ പി ജയരാജ്, പക്ഷേ ഇതൊരു ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഡാമേജ് ഉണ്ടാക്കിയോ ഇനി ഉണ്ടാക്കുമോ എന്നുള്ള ചോദ്യമുണ്ടല്ലോ ഡോക്ടർ ബി ജയരാജ്. പർപ്പസ് സർവേ ചെയ്തെന്ന് വേണമെങ്കിൽ പറയും. തെരഞ്ഞെടുപ്പിൽ ഡാമേജ് ഉണ്ടാക്കുമോ? ഇതിനകത്ത് ഇനിയിപ്പം പാലക്കാട് നടക്കാതിരിക്കുന്നില്ലേ ഉള്ളൂ. ഉണ്ടാക്കത്തില്ല. അതുപോലെ അല്ല ജാവദേക്കറിന്റെ സന്ദർശനം. ജാവദേക്കറിന്റെ സന്ദർശനവും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ജാവദേക്കറിന്റെ സന്ദർശനം എന്ന് പറയുന്ന ഒരു BJP നേതാവ് വീട്ടിൽ പോയി കണ്ടു എന്ന് പറയുന്ന ഒരു ആരോപണമാണ്. BJPയുമായിട്ട് CPM ഒരു ബാന്ധവം എന്ന് പറയുന്ന കേരളത്തിലെ സെക്യുലർ ആയിട്ടുള്ള സമൂഹം ആകെപ്പാടെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരേ ഒരു പാർട്ടി CPM ആണ്. അവരങ്ങനെ ഒരു ഇത് നടത്തിയിട്ടുണ്ട്, ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അത്യന്തമായ തെറ്റാണെന്ന് തന്നെയാണ് കേരള സമൂഹം സമ്മേളനം പാർട്ടി സമ്മേളനം നടക്കാനിരിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.